ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് സീക്രറ്റീവായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. രഹസ്യമായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. റീഡിങ്ങിന് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. ഇപ്പോൾ മെയ് മാസമാണല്ലോ, അപ്പോൾ ഈ മെയ് മാസത്തിലെ 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അബൌട്ട് ദിസ് ഡിസ്കൗണ്ട്. ഓക്കെ, സോ ബാക്ക് ടു റീഡിംഗ്. നിങ്ങളുടെ പേഴ്സൺ രഹസ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. സോ തീർച്ചയായിട്ടും നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരുപാട് നിങ്ങളെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇവിടെ ഒരു വുമണേയും കാണാം, അതുപോലെ തന്നെ നമുക്കൊരു ഈഗിളിനെയും കാണാം. ഒരു ഈഗിളിന്റെ ഒരു സ്വഭാവ രീതിയാണ് ഈ വ്യക്തിക്ക് സത്യം പറഞ്ഞാലുള്ളത്. കാരണം ഏറ്റവും ഉയരത്തിൽ നിന്നും വീക്ഷിക്കുന്നതാണ് നമ്മളിലെ പല ബേർഡ്സും അല്ലെ. ഏറ്റവും ഇപ്പൊ ഈഗിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ പല കാറ്റഗറീസ് ഉണ്ടല്ലോ, കഴുകൻ, അല്ലെങ്കിൽ ഇപ്പൊ മൂങ്ങ ആയിക്കോട്ടെ, വളരെ ക്രൂക്ഡ് ആയിട്ടുള്ള ഒരു ബേർഡ്സ് കാറ്റഗറീനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ആയാലും ആ ഒരു സ്വഭാവത്തെ ആയാലും ആ ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തെ ആയാലും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ പേഴ്സണ് വളരെ ക്രൂക്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതായത് ഇപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയിട്ടായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി ഇതിന് ഒരു പ്രതീക്ഷയും ഇല്ല എന്നുള്ളൊരു തലത്തിലേക്ക് ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പേഴ്സൺ കാണിക്കുന്നതും പറയുന്നതൊന്നും ഈ വ്യക്തി യാഥാർത്ഥ്യമായിട്ടുള്ള രീതിയിലല്ല നിങ്ങളോട് പെരുമാറുന്നത്. അതായത് ഈ പേഴ്സൺ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത രീതിയിലായിരിക്കാം നിങ്ങളോട് പെരുമാറുന്നത്. പക്ഷെ നിങ്ങൾ അത് കണ്ടിട്ട് അതേപടി നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം ഈ പേഴ്സന്റെ മനസ്സിൽ വേറെ ആയിരിക്കും ചിന്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ പേഴ്സൺ ഇനിയും സമയം വേണം എന്ന് നിങ്ങളോട് പറയുന്നുണ്ടാകാം. ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഇല്ലാത്ത തേർഡ് പാർട്ടിനെ കുറിച്ചൊക്കെ ഈ പേഴ്സൺ നിങ്ങളോട് നുണ പറയാനുള്ള സാധ്യതകളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പേഴ്സണെ കുറച്ച് കൂർമ്മ ബുദ്ധി അല്ലെങ്കിൽ ഒരു വക്രബുദ്ധി അധികമുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സൺ പലതരത്തിലുള്ള തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സ്നേഹം എത്രത്തോളം പ്യോർ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ക്ലാരിറ്റി ഉള്ളതാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥമേറിയതാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഏത് തന്ത്രവും നിങ്ങളുടെ അടുത്ത് എടുക്കും. അപ്പോൾ അതിൽ നിങ്ങൾ വീണു പോകാനോ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ സഹതപിക്കാനോ വിഷമിക്കാനോ ഒന്നും നിൽക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം സ്നേഹം തന്നിട്ട് ഏറ്റവും അവസാനം കല്യാണം കഴിക്കുക എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവും എന്നെ കൊണ്ട് ഇപ്പൊ സാധിക്കില്ല, കുറച്ചും കൂടി എനിക്ക് സമയം വേണം എന്ന്. അത് ഈ പേഴ്സൺ ചുമ്മാ പറയുന്നതാണ്. കാരണം ഈ പേഴ്സണ് പറയത്തക്ക പ്രോബ്ലംസ് ഒന്നും ഉള്ളതായി കാണിക്കുന്നില്ല. ദിസ് ഇസ് ബിക്കോസ് നിങ്ങളുടെ ആ ഒരു ഡീപ്നെസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് റീസണേറ്റ് ആവണം എന്നില്ല. ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഓക്കെ, സോ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ്. കാരണം ഈ പേഴ്സൺ പലതരത്തിലുള്ള പല രീതിയിലും നിങ്ങളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഈ പേഴ്സണ് ക്ലാരിറ്റി കിട്ടണം, അല്ലെങ്കിൽ പെർഫെക്ഷൻ കിട്ടണം. നിങ്ങളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ടാകണം. അത് ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയോ ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ടാകണം. സോ അതിനൊരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് പലതരത്തിലുള്ള ക്രൂക്ഡ് ആയിട്ടുള്ള പ്ലാനിങ് ഈ പേഴ്സൺ
ഇറക്കുന്നതായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇറക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം ഈ പേഴ്സന്റെ എക്സ് തിരിച്ചു വന്നു, എക്സ് ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ എക്സ് ബോയ് ഫ്രണ്ട് തിരിച്ചു വന്നു, സോ എനിക്കിനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നണില്ല. അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ടിൽ കൂടെ വന്നിട്ട് നിങ്ങളായിട്ട് ചാറ്റ് ചെയ്യുക. സോ ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ തെറ്റിക്കുന്ന രീതിയിലൊക്കെ നിങ്ങളോട് ചാറ്റ് ചെയ്ത് ബിക്കോസ് വേറൊരു രീതിയിലേക്ക് ആക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വഭാവ വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ അതിലൂടെ ഈ പേഴ്സൺ പലതരത്തിലുള്ള വിജയവും കണ്ടെത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ സപ്പോസ് ഒരു ബിസിനസ് ഒക്കെയാണ് നടത്തുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധി ഉപയോഗിച്ച് ഈ പേഴ്സൺ പലതരത്തിലുള്ള നേട്ടങ്ങൾ കൊയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് സത്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ശരിയല്ല എന്നുള്ളത് ഈ പേഴ്സണ് നല്ലോണം അറിയാം. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ അത് നാളെ ഒരു സോറി പറഞ്ഞുകൊണ്ട് അത് സോൾവ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് സോൾവ് ചെയ്യാം എന്നാണ് ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ആ ഒരു രീതിയാണെങ്കിൽ പോലും ഇപ്പൊ ഇത്തരത്തിലുള്ള, അതായത് ഞാനിപ്പോ ഈ ഒരു കാർഡ്സിലൂടെ പറഞ്ഞ ഈ ഒരു രീതിയാണ് നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്നും തോന്നിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചിന്തിക്കുക. അതുപോലെ ചിന്തിച്ചു വേണം പ്രവർത്തിക്കാനും എന്ത് കാര്യവും പറയാനും. നിങ്ങളുടെ മനസ്സിൽ രഹസ്യമാക്കി വെക്കേണ്ട പല കാര്യങ്ങളും രഹസ്യമാക്കി തന്നെ വെക്കുക. ബിക്കോസ് ഈ പേഴ്സൺ ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. കുറച്ചും കൂടെ എന്താണ് ഒരു നിഗൂഢത നിറഞ്ഞ ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. മേ ബി, അതായത് ഈ പേഴ്സണെ നമുക്ക് കണ്ണടച്ച് കുറ്റം പറയാൻ പറ്റില്ല. മേ ബി ഈ പേഴ്സണ് നോട്ട് ഫ്യൂച്ചർ, പാസ്റ്റില് എന്തെങ്കിലും തരത്തിലുള്ള ട്രോമാസ് സിറ്റുവേഷൻ ചിലപ്പോൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. മറ്റാരെങ്കിലും ഈ പേഴ്സണെ പറ്റിക്കുകയോ സ്നേഹിച്ച് പറ്റിക്കുകയോ അല്ലെങ്കിൽ ക്യാഷിന്റെ പേരിൽ പറ്റിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ മേ ബി അതോടുകൂടി ആയിരിക്കാം ഈ പേഴ്സൺ ഇങ്ങനെ ആയിപ്പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഈ പേഴ്സണെ കുറ്റം പറയാനും പറ്റില്ല. ബിക്കോസ് സിറ്റുവേഷൻഷിപ്പാണ്, സാഹചര്യമാണ് ഈ പേഴ്സൺ അങ്ങനെ ആക്കിയെടുത്തത്. ഓക്കെ, ആരെയും കണ്ണടച്ച് വിശ്വസിച്ചൂടാ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, നമ്മൾ പരീക്ഷിക്കണം, എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം, എന്നിട്ട് മാത്രമേ യഥാർത്ഥ സ്നേഹത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അത്തരത്തിലുള്ള പാഠങ്ങൾ ഈ പേഴ്സണ് ലഭിച്ചിട്ടുണ്ട് ഈ പേഴ്സന്റെ അനുഭവത്തിലൂടെ. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ ഒരു ഡീപ്പ് ആൻഡ് സോൾ കണക്ഷൻ നിങ്ങളോട് തോന്നിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ എവിടേക്കോ ഈ പേഴ്സണെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള എനർജി ആയതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ വിട്ടു പറയില്ല, നിങ്ങളോട് ഓപ്പൺ അപ്പ് ആവില്ല. ഓക്കെ, അതുപോലെ ഈ പേഴ്സൺ മേ ബി നിങ്ങളോട് പറയുന്നുണ്ടാവുന്നത് ഈ പേഴ്സണ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നായിരിക്കാം, പക്ഷെ ധാരാളം ഫ്രണ്ട്സ് ഉള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, അതുപോലെ നിങ്ങളോട് പറയുന്ന പല കാര്യങ്ങളും ഈ പേഴ്സൺ കുറച്ച് ക്രൂക്ഡ് ആൻഡ് പ്ലാൻഡ് ആയിട്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി ഈ പേഴ്സണെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് പരിചയപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ആ ഒരു ക്രൂക്ഡ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സന്റെ മുന്നിൽ ഓപ്പൺ അപ്പ് ആവരുത്. അതായത് ഞാൻ സത്യസന്ധതയാണ്, ഞാൻ പ്യോറാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി എന്താ പറയാ, നമ്മൾ പറയില്ലേ ചങ്ക് പറിച്ച് കാണിച്ചു കൊടുക്കാന്ന് പറയില്ല, ആ ഒരു രീതിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളും കുറച്ചും കൂടെ സ്റ്റേൺ ആയിട്ട് നിൽക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹം ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ടാകാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ കാണാൻ വരാൻ ഈ പേഴ്സണോട് പറയുന്നുണ്ടാകാം, എപ്പോഴും ഫോൺ വിളിക്കാൻ പറയുന്നുണ്ടാകാം, മെസ്സേജ് ചെയ്യാൻ പറയുന്നുണ്ടാകാം. പക്ഷെ അതിനൊന്നും ഈ പേഴ്സൺ നിൽക്കാണ്ട് കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥനകളോ അഫർമേഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഇവിടെ ഒരു ടെലിപ്പതിക്കൽ കണക്ഷൻസ് വരുന്നുണ്ട്. ബിക്കോസ് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് ഈ പേഴ്സണ് വരുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ മനസ്സ് കല്ലാക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ അങ്ങനെ ആക്കി എടുത്തതാണ്. ഓക്കെ, ബട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഈ പേഴ്സൺ നന്നായിട്ട് സ്നേഹിക്കും, അങ്ങേയറ്റം അത്രയും
പെർഫെക്റ്റ് ആയിട്ട് ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കും. പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ് ഈ പേഴ്സന്റെ എനർജി വെച്ചിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, യു ഡിസേർവ് ലവ്. ഓക്കെ, അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും സ്നേഹിക്കപ്പെടാൻ അർഹിക്കപ്പെട്ട ആൾക്കാരാണ്. സോ നിങ്ങളിലേക്ക് സ്നേഹം വരും. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങളെ കുറിച്ച് വരുന്നുണ്ട്, നിങ്ങൾക്കായാലും വരുന്നുണ്ട്. ആൻഡ് ഓൾസോ റിട്രീറ്റ് ആണ്. അതാണ് ഈ പേഴ്സന്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുക, അതായത് നിങ്ങളായിട്ട് കുറച്ച് അകലം പാലിച്ച് നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ മറന്നു പോവോ, അല്ലെങ്കിൽ ഈ പേഴ്സണെ വേണ്ടാന്ന് വെക്കുവോ, അല്ലെങ്കിൽ വേറെ പേഴ്സണെ തേടി പോവോ? ഇതാണ് മെയിൻ ആയിട്ട് ഈ പേഴ്സൺ അറിയേണ്ടത്. ഓക്കെ, ഈ ഒരു മെയിൻ രഹസ്യമാണ് ഈ പേഴ്സന്റെ മനസ്സിലിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഈ പേഴ്സൺ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ദ റൊമാൻസ് ഏഞ്ചൽസിന്റെ ഒരു ബിഗ് മെസ്സേജ് ആണ് അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. റിട്രീറ്റ് ആണ്. ആൻഡ് ഓൾസോ ദിസ് ഇസ് ദ റൊമാൻസ്. ഓക്കെ, ഈ പേഴ്സൺ ഒരു റൊമാൻറ്റിക് ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ 100% നീതി പുലർത്തുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ഈ പേഴ്സൺ ഈ ഒരു സെയിം സ്വഭാവം കാണിക്കും എന്നുള്ള കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അപ്പോൾ ഈ പേഴ്സൺ ട്രൂ ലവ് ഈ പേഴ്സന്റെ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതുവരേക്കും ദിസ് പേഴ്സൺ ഇസ് നീഡഡ് സം ക്ലാരിഫിക്കേഷന്റെ ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പേഴ്സന്റെ സീക്രട്ട് ഫീലിങ്സ് എന്ന് പറയുന്നത്. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഈ മെയ് മാസത്തെ ഡിസ്കൗണ്ട് ആണ്. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ പറ്റുമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.